ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. കണ്ടോ, വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട നീ തെരുവിളിക്കണ എന്തിനാ? പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെരുവിളിക്കണേ? നീ തെരുവിളിക്കുക. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. എന്റെ പൊന്ന് രാമേന്ദ്രൻ, നീ ഒന്ന് ഇവിടെ പോയി തരും. ഞാൻ പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞ കേട്ടില്ല നീ തെരുവിളിക്കുക. നാട്ടുകാർ കാണുകൂടാ തെണ്ടി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. ഞാനൊരു വലിയ സംഭവം അല്ലേ? പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചു, ആവശ്യം വരും. ടിനി ടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. തന്റെ മോൻ തന്നെ. എന്തായാലും അണ്ണാറക്കടന് തന്നാലായത്. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. അവന്റെ മുഖത്തോട് കയറിയിരിക്കെ എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കഞ്ചാവടിച്ച് കഴിഞ്ഞ തവണ പാതാളത്തെ വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ഇപ്പതേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ചിരിക്ക്, അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. എനിക്ക് ഒടുക്കത്തെ ചിരി കാണുമ്പോ കുളിര് പോരുക. വെളച്ചിലാണിത്. കൂടുതൽ ഓസ്മാട്ടാകാൻ നോക്കരുതേ. എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്? നീ ഇങ്ങോട്ട് പോടാ. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. നീ കൂടുതൽ കോനായിരിക്കണ്ട. ഇവിടുത്തെ പ്രസിഡന്റാ. നിങ്ങൾക്ക് ഇതല്ല പ്രശ്നം. അങ്ങനെ പറ, അല്ലാണ്ട് കള്ളും കുടിച്ചോണ്ട് ഒരുമാതിരി വിദ്യാഭ്യാസമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത്. ദൈവം കാക്കട്ടെ എന്നെ.